സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ കോമിക് പാരഡൈസ്. അപ്പോൾ ഗൈസ് ഒത്തിരി നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം, അഥവാ ഒത്തിരി വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഫൈനലി നമ്മൾ GTA 6 ട്രെയിലർ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ട്രെയിലറിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ട്രെയിലറാണ്. അതുപോലെ തന്നെ ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ പ്രതീക്ഷിച്ച് അത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇനി ഗെയിം ഇറങ്ങുമ്പോൾ ഇതിൽ കൂടുതലും ഗ്രാഫിക്സ് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ നമ്മൾ ട്രെയിലറിലോട്ട് നോക്കുകയാണെങ്കിൽ കൂടുതലും ആ ഒരു സോഷ്യൽ മീഡിയ സംബന്ധപ്പെട്ടിട്ടുള്ള ഓരോ സീനുകളാണ് നമുക്ക് കൂടുതലും കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു കാര്യം ആണെങ്കിൽ ഒരു നല്ല രീതിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായി മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മൾ ഈ ഒരു GTA 6 ഒരു ചെറിയ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോട്ട് അടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാച്ചാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതൊരു വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഓപ്പണിംഗ് സീക്വൻസ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും വൈസ് സിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ പ്രിസൺ ആണെന്ന് നമുക്ക് ആ ഒരു സ്ഥലം നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ കേട്ടിട്ടുള്ള ഒരു റൂമർ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഈ ഒരു ഗെയിമിൻ്റെ ഫസ്റ്റ് മിഷൻ എന്ന് പറയുമ്പം പ്രിസൺ എസ്കേപ്പ് തന്നെയാണ് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഫസ്റ്റ് സീക്വൻസിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ലൂഷ്യ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ജയിലിൻ്റെ അകത്താണ് ഉള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് ആ ഒരു ഓപ്പണിംഗ് സീക്വൻസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൂഷ്യയുടെ ആ ഒരു ഹസ്ബൻഡോ ബോയ് ഫ്രണ്ടോ ആയിട്ടുള്ള ഏതൊരു ക്യാരക്ടറാണ് ജേസൺ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ലൂഷ്യനെ ജയിലിൽ നിന്നും ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രിസൺ ബ്രേക്ക് ചെയ്യാനായിട്ട് സഹായിച്ചേക്കാം, അതുപോലെ തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നേക്കാം. അപ്പോൾ അവിടേക്കാണെങ്കിൽ ഒരു കൗൺസിലർ വന്നതിന് ശേഷം നമ്മൾ ലൂഷ്യയോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ളൊരു കാര്യം നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലൂഷ്യ പറയുകയാണ്, എൻ്റെ ബാഡ് ടൈം എന്ന് പറയുകയാണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൗത്ത് ഈസ്റ്റ് ബീച്ച് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ GTA 5 നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ബീച്ചിൻ്റെ അകത്താണെങ്കിൽ വലിയ ആൾക്കാരൊന്നുമില്ല, 4-5 പേര് ആ ഒരു മൂലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അതേസമയം GTA 6 വരുമ്പോൾ ആ ഒരു ബീച്ചിൻ്റെ അകത്താണെങ്കിൽ നല്ല രീതിക്ക് ക്രൗഡഡ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ബീച്ച് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ക്ലബ്ബ് ആയാലും അതുപോലെ തന്നെ റോഡിലെ ആ ഒരു സ്ട്രീറ്റ്സ് ആയാലും അവിടെയൊക്കെ മൊത്തം തന്നെ ഒത്തിരി ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസസ് ആയി മാറിയിട്ടുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ലീക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ GTA 5 നിന്നും ഈ ഒരു GTA 6 മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ GTA 5 മാപ്പിൽ നിന്ന് ഒരു 2-3 മടങ്ങ് വലിയൊരു മാപ്പ് തന്നെയായിരിക്കും GTA 6 വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒട്ടനവധി പുതിയതായിട്ടുള്ള ബിൽഡിങ്സും അവിടെ വന്നതായിട്ട് നമുക്ക് ആ ഒരു ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മാപ്പിൻ്റെ അകത്താണെങ്കിൽ 3 മെയിൻ ആയിട്ടുള്ള സിറ്റീസ്, അതുപോലെ തന്നെ 4 സബ് സിറ്റീസും നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു 3 സിറ്റീസിൻ്റെ അകത്ത് 75% ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള ഒരു ലീക്ക് വഴി മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഷോട്ട് കാണിക്കുന്ന സമയത്ത് മേളിൽ ഒരു എയ്റോപ്ലെയിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ആ ഒരു വാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Y69 വെൻ യു ക്യാൻ ഡു 919 എന്ന് തന്നെയാണ് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് എന്തുവാണ് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നില്ല, അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇഫ് യു നോ അത് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ട്രെയിലറിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള പുതിയ സ്ഥലങ്ങൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിലാക്കിയാണെങ്കിൽ അവിടെ കൂടെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകണമെങ്കിൽ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസും ആ ഒരു ട്രെയിലറിലൂടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് പുതിയതായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ പുതിയതായിട്ട് തരത്തിലുള്ള ഓരോ വെഹിക്കിൾസിലായിരിക്കും നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളൊരു കാര്യമായിരിക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെറ്റ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഈ ഒരു ഷോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾ പിച്ച എടുക്കുന്നത് കാണാൻ സാധിക്കും. ആ ഒരു പിച്ച എടുക്കുന്ന ആളുടെ മുതുകത്താണെങ്കിൽ അഥവാ പുറത്താണെങ്കിൽ ഒരു ജീവി ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് എന്ത് ജീവിയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല, എങ്കിൽ പോലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കുറച്ച് പെറ്റ്സിനെ അഥവാ ജീവികളെ കാണാനായിട്ട് സാധിച്ചേക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഷോട്ടിൻ്റെ അകത്ത് ഒരു ബോട്ടിൻ്റെ അകത്ത് ഇരുന്ന് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് അതിൽ കയറി പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, എസ്കേപ്പ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേ ബി അതൊരു മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സീനായിരിക്കും ചിലപ്പോൾ നമുക്കത് കാണാനായിട്ട് അവിടെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷോട്ടിനകത്താണെങ്കിൽ നമ്മുടെ ലൂഷിയാണെങ്കിൽ ആ ഒരു കാറിൻ്റെ ആ ഒരു ഇതൊക്കെ തുറന്നിട്ട് ഇങ്ങനെ മേളിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഫ്രണ്ടിൽ പോകുന്ന കാറിൻ്റെ ആ ഒരു വിൻഡോ തുറന്നിട്ട് ഒരാൾ ഫോട്ടോ എടുക്കുന്നത് അഥവാ വീഡിയോ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതായത് ഇതിൻ്റെ അകത്ത് ആ ഒരു റിയൽ ലൈഫിനെ കൂട്ട് തന്നെ ഫോണിൻ്റെ ഉപയോഗം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അതിൽ സോഷ്യൽ മീഡിയ സീൻസൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിച്ചേക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഷോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് കണ്ടെയ്നർ ഷിപ്സൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു GTAയുടെ ഗെയിമിൻ്റെ അകത്തും നമുക്ക് ഈ ഒരു കണ്ടെയ്നർ ഷിപ്പിനെ പോയി കൺട്രോളിൽ എടുക്കാൻ സാധിക്കുന്ന പോലത്തുള്ള ഒരു കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ മേ ബി ഈ ഒരു GTA 6 മുതൽ ഇനി നമുക്ക് ചിലപ്പോൾ ആ ഒരു കണ്ടെയ്നർ ഷിപ്സിനെ കൺട്രോൾ ചെയ്തിട്ട് അതൊക്കെ ഓടിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് സാധിച്ചേക്കാം. അപ്പോൾ എന്തായാലും നമുക്കത് കണ്ട് തന്നെ അറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഷോട്ട് നോക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ YCDയിൽ ഉണ്ടായിരുന്ന ആ ഒരു ക്ലബ്ബാണ് ഓർമ്മ വന്നിട്ടുള്ളത്. കാരണം അതിൻ്റെ അകത്തുവാണെങ്കിൽ ഇത്ര കളർഫുൾ ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ലൈറ്റ് ആയാലും കാര്യങ്ങളൊക്കെ തന്നെയായാലും നല്ല രീതിക്ക് കളർഫുൾ ആയിട്ടാണ് കാണിച്ചിട്ടുള്ള ആ ഒരു ക്ലബ്ബും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു GTA 6 അകത്ത് സെയിം തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു YCDയുടെ ആ ഒരു വൈബ് പിന്നെ കൊണ്ടുവരികയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഷോട്ടിനകത്ത് കാണിച്ചിട്ടുള്ള ഈ ഒരു പെണ്ണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ലൂഷി ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലൂഷി ആണെങ്കിൽ ഇതിന് മുന്നേ നമുക്ക് കണ്ടിട്ടുള്ള ആ ഒരു ജയിലിൻ്റെ അകത്ത് വെച്ചാണ് നമുക്ക് ഈ ഒരു ട്രെയിലറിൽ കാണാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പുള്ളിക്കാരിയുടെ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് പിന്നീട് അതിന് ശേഷം ട്രാൻസ്ഫോർമേഷൻ ആയതിനു ശേഷം പുള്ളിക്കാരിയുടെ ആ ഒരു ജീവിതമായിരിക്കും പിന്നീട് ഈ ഒരു സീനിലൂടെ ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതിനുശേഷം വൈസ് എന്ന് എഴുതിയേക്കുന്ന ഒരു ലോഗോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി ഈ ഒരു സ്റ്റോറി വൈസ് സിറ്റിയിലായിരിക്കും നടക്കുന്നത് എന്നുള്ളൊരു കാര്യം. പിന്നീട് നമുക്ക് ഒട്ടനവധി സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മുതലേ ഒരു കടയിലോട്ടൊക്കെ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു മുതല ഇങ്ങനെ ഫ്ലോറിഡയുടെ അങ്ങോട്ടൊക്കെ വന്നു എന്നുള്ള ഒരു കാര്യം കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു മുതലയൊക്കെ ഇങ്ങനെ ജോളിയായിട്ട് കയറി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഷോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൂഷിയൊക്കെ ആണെങ്കിൽ ചെളിയിൽ കുളിച്ച് ഇങ്ങനെ നടക്കുന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് കൊച്ചു പിള്ളേരെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മേ ബി അതിൽ ചിലപ്പോൾ 1-2 പിള്ളേർ ചിലപ്പോൾ നമ്മുടെ ലൂഷിയുടെ അതുപോലെ തന്നെ ജേസൻ്റെയും കുട്ടികളാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും കുട്ടികളെ ഈ ഒരു ഗെയിമിലൂടെ എന്തായാലും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ ഒരു ട്രെയിലറിൻ്റെ അകത്ത് തന്നെ ഒട്ടനവധി ക്ലബിൻ്റെ കാര്യങ്ങളുടെയൊക്കെ ഓരോ പേരും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ സീനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്ലബ്ബ് സെലക്ട് ചെയ്തിട്ട് അതിൽ പോയി ജോയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് പോലീസ് ആണെങ്കിൽ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് അഥവാ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടായിരിക്കും വരുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ നമ്മൾ ഈ ഒരു ലൂഷി അതുപോലെ തന്നെ ജേസണും ആണെങ്കിൽ ഈ ഒരു പോലീസുകാരെ വെട്ടിച്ച് ഓടി പോകുന്നതായിട്ട് ആ ഒരു കാർ ഓടിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഷോട്ടിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ചില പോലീസുകാരുടെ ചില കാറുകളാണെങ്കിൽ ഹൈലി ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തതുപോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ എനിക്ക് തോന്നുന്നു പോലീസുകാർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ ക്രിമിനൽസിലേക്ക് പിടിക്കുന്ന പോലത്തുള്ള സീക്വൻസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഗെയിമിൽ കാണാനായിട്ട് സാധിച്ചേക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഇടത്താണെങ്കിൽ അവിടെ സെയിം സ്ഥലത്ത് തന്നെയാണെങ്കിൽ ഒരു വണ്ടി ക്രാഷായിട്ട് കിടക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം അവനെയാണെങ്കിൽ പോലീസ് പിടിച്ചതിന് ശേഷം ന്യൂസിൽ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി നമ്മളിപ്പം നമ്മുടെ പെർസ്പെക്റ്റീവിൽ ഇപ്പം നമ്മുടെ മെയിനായിട്ടുള്ള പ്ലെയർ നമ്മൾ കളിക്കുമ്പോൾ നമ്മളിപ്പോൾ പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാലും നമ്മളെ ഇങ്ങനെ ന്യൂസിൽ കാണിക്കുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ ഒരു ക്രിമിനലിനെ പിടിച്ചു എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞ് നമ്മളെ ഇതേപോലെ ന്യൂസിൽ കാണിക്കുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മെയിനായിട്ട് പറയുന്ന മറ്റൊരു കാര്യം എൻ്റെ ഗ്രാഫിക്സ് ആണ്. ഗ്രാഫിക്സ് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഗെയിമിൽ വരുമ്പോൾ അവർ ഇനി ഇതിനെക്കാട്ടി നല്ല രീതിക്ക് ഗ്രാഫിക്സ് അപ്ഗ്രേഡ് ചെയ്ത് ഇറക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ തന്നെയാണ് ഒരു GTA 6 ഒരു ചെറിയൊരു ട്രെയിലർ ബ്രേക്ക് ഡൗൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.